നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലിവർ ക്യാൻസറിനെ കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മളൊപ്പം ഉള്ളത് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ ട്രാൻസ്പ്ലാന്റ് സർജനായ ഡോക്ടർ ഷബീർ അലിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, നമുക്കറിയാം ഒരു വലിയ വിഭാഗം ആൾക്കാർ ആൽക്കഹോളിസം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മദ്യ ഉപയോഗം കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ്, ഒരു രാജ്യമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ലിവറുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പലതരം ക്ലിനിക്കുകൾ ഇപ്പോൾ നിലവിലുണ്ട്, പലതരം പ്രോഡക്റ്റുകൾ നമുക്ക് നിലവിലുണ്ട്. അതുപോലെ തന്നെ ലിവറിനെ ചികിത്സിക്കാനായിട്ട് വലിയൊരു വിഭാഗം തന്നെ എല്ലാ ഹോസ്പിറ്റലിലും സജ്ജീകരിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഈ അമിതമായിട്ട് അല്ലെങ്കിൽ ലിവർ സിറോസിസ് ഡയഗ്നോസ് ചെയ്യുന്ന പല വ്യക്തികളിലും അവർ ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക ദിവസം ആയിരിക്കും, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഒക്കെ ആയിട്ട് വരുമ്പോഴായിരിക്കും അത് ലിവർ സിറോസിസ് മാറി ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ എന്നുള്ളൊരു ഡയഗ്നോസിലേക്ക് എത്തപ്പെടുന്നത്. അങ്ങനെയാണോ യഥാർത്ഥത്തിലൊരു ക്യാൻസർ സാധാരണഗതിയിൽ കണ്ടുവരാറ്? ലിവർ ക്യാൻസറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അത് തന്നെയാണ്. അതായത് ലിവർ ക്യാൻസർ ഏറ്റവും സാധാരണമായിട്ട് കാണുന്നത്, നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് രണ്ട് തരത്തിലുള്ള ക്യാൻസർ ഉണ്ടെന്ന്. പ്രൈമറി ആയിട്ട് ലിവറിനകത്ത് പ്രൈമറി വരുന്ന നേരത്തെ പറഞ്ഞ ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ, അതേപോലെ തന്നെ സെക്കൻഡറി ട്യൂമേഴ്സും മറ്റ് അവയവങ്ങളിൽ വരുന്ന ക്യാൻസറുകൾ ലിവറിലേക്ക് വരാനും അതേപോലെയുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ പ്രൈമറി ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായ കാരണം സിറോസിസ് തന്നെയാണ്. പല കാരണങ്ങൾ കൊണ്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ ആൽക്കഹോളോ ഫാറ്റി ലിവറോ ഇതിൽ നിന്നുണ്ടാകുന്ന സിറോസിസ് തന്നെയാണ് ഹെപ്പറ്റോസെല്ലുലാർ ക്യാൻസറിൻ്റെ പ്രധാന കാരണം. അതുകൊണ്ട് തന്നെയാണ് സിറോസിൻ്റെ ഇൻസിഡൻസ് കൂടുന്നതിനനുസരിച്ച് ഹെപ്പറ്റോസെല്ലുലാർ ക്യാൻസർ ഇപ്പോൾ മറ്റ് ക്യാൻസർ, നേരത്തെ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറോ ലങ് ക്യാൻസറോ പോലെ ഏറ്റവും കോമൺ ആയിരുന്ന ക്യാൻസറുകളുടെ ഗ്രൂപ്പിലേക്ക് 3rd or 4th എന്നുള്ള ലെവലിലേക്ക് ഹെപ്പറ്റോസെല്ലുലാർ ക്യാൻസർ കയറി വന്നിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ക്യാൻസർ മരണങ്ങളുടെ ഒരു കാരണവുമായിട്ട് ഇത് മുന്നോട്ട് വന്നിരിക്കുന്നു ഇപ്പോൾ ഹെപ്പറ്റോസെല്ലുലാർ ക്യാൻസർ. തീർച്ചയായിട്ടും നമുക്കറിയാം മദ്യ ഉപയോഗം കൂടുതലുള്ള അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഒരു ഒരു മെജോറിറ്റി മദ്യ ഉപയോഗം ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു അപ്പൻഡിസൈറ്റിസുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്യാസ്ട്രൈറ്റിസുമായിട്ടുള്ള ബന്ധപ്പെട്ടോ ഈവൻ ഒരു പനിയായിട്ടോ ഹോസ്പിറ്റലിൽ പോകുമ്പോഴായിരിക്കും ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുക. അപ്പോഴായിരിക്കും ഒരു ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു ഡയഗ്നോസ് വരികയും ഡോക്ടറെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല, ഗ്രേഡ് 1 ഫാറ്റി ലിവറാണ്, അത് കുഴപ്പമില്ല, അത് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ ഇത് ഈ ഗ്രേഡ് 1 ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു ഇൻസിഡൻ്റൽ ഫൈൻഡിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഇത് ഭാവിയിൽ സിറോസിസ് ആവാനും അല്ലെങ്കിൽ അതുവഴി ക്യാൻസറിലേക്കും എത്തപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അതൊരു വളരെ വാലിഡായൊരു പോയിൻ്റാണ്. അതായത് നമ്മളെപ്പോഴും ആൽക്കഹോളാണ് ലിവർ ഡിസീസിൻ്റെ അല്ലെങ്കിൽ സിറോസിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാലും ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന അതിനോളം തന്നെ പ്രാധാന്യമുള്ള ഒരു കാരണമാണ് ഈ ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ മാത്രമല്ല, സാധാരണയായി കാണുന്ന ഈ ഫാറ്റി ഇൻഫിൽട്രേഷൻ ലിവർ കുറേ പേർക്ക്, നമ്മളിപ്പോൾ ഒരു 100 പേരെ സ്കാൻ ചെയ്താൽ 40-50 പേർക്ക് അത് കാണാം. അതിനേക്കാളും പ്രാധാന്യമുള്ളത് മറ്റ് കമ്പോണൻസ്, മെറ്റബോളിക് സിൻഡ്രോം, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോള്, അമിതവണ്ണം ഉള്ളവരിലും ഇല്ലാത്തവരിലും ഫാറ്റി ലിവർ കാണാം. ഫാറ്റി ലിവറിൻ്റെ കൂടെ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് കൂടി ലിവറിന് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ, സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്, അതാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന പല 40കളിലോ 50കളിലോ കണ്ടുപിടിക്കപ്പെടുന്ന, വയസ്സാകുമ്പോൾ കണ്ടുപിടിക്കപ്പെടുന്ന സിറോസിന് ആൽക്കഹോളിൻ്റെ കൂടെ അല്ലെങ്കിൽ ആൽക്കഹോൾ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ കണ്ടുപിടിക്കപ്പെട്ടാൽ അത് ചികിത്സിക്കേണ്ടത് വളരെ ഫാറ്റി ലിവർ മാത്രം കുഴപ്പമില്ല, പക്ഷേ ഫാറ്റി ലിവറിൻ്റെ കൂടെ നീർക്കെട്ട് കൂടെ ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ പ്രധാന ചികിത്സ എന്ന് പറയുന്നത് എക്സർസൈസ് തന്നെയാണ്. എക്സർസൈസും ഡയറ്റ് മോഡിഫിക്കേഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ബാക്കി കമ്പോണൻസിനെ ട്രീറ്റ് ചെയ്യുക, അത് തന്നെയാണ് പ്രധാനം. നമ്മുടെ ശരീരത്തിൽ ഏത് അവയവവും, അതായത് ഡോക്ടർമാർ പറയുന്നത് നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കണമെങ്കിൽ മസിൽ നല്ല ബൾക്കി ആയിട്ടുള്ള മസിലുണ്ടെങ്കിൽ നല്ലതാണ്. ഏതൊരു അവയവവും ശരീരത്തിനകത്ത് വലുതാണെങ്കിൽ ശരീരത്തിൻ്റെ പല അവയവങ്ങളും വലുതാണെങ്കിൽ അത് വളരെ ആരോഗ്യവാനായ ഒരാളെ ആയിരിക്കും കാണുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ലിവറിൻ്റെ കാര്യത്തിൽ അത് നേരെ തിരിച്ചാണ്. അപ്പോൾ ലിവർ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ നമ്മുടെ ശരീരത്തിലേക്ക് എന്തോ അസുഖമുണ്ട് എന്നുള്ള ഒരു പ്രൈമറി ഡയഗ്നോസിലേക്ക് എത്തപ്പെടുന്നു. എന്തുകൊണ്ട് ലിവർ വലുതാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു? ലിവർ ഡിസീസ് വരുമ്പോൾ തുടക്കത്തിലുള്ള സ്റ്റേജിൽ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിലും മറ്റ് ഹെപ്പറ്റൈറ്റിസ് ബി സി കാരണമുള്ള ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിലും ആ ഹെപ്പറ്റൈറ്റിസ് സ്റ്റേജിൽ ലിവർ വലുതായി വരും. അത് പ്രത്യേകിച്ച് ലിവറിനകത്ത് ഈ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് വരുന്നത് കൊണ്ടും അതിനകത്തുള്ള ഡിസീസ് പ്രോസസ്സ് കാരണം ലിവർ വലുതായിട്ട് വരും. എന്നാൽ പിന്നീട് അസുഖം പ്രോഗ്രസ് ചെയ്ത് സിറോസിസിലേക്ക് വരുമ്പോൾ സാധാരണ ലിവറിൽ ഈ സ്കാർ ടിഷ്യൂ വന്ന് അതിനെ ഷ്രിങ്ക് ചെയ്ത് ചെറിയ ലിവറാണ് വരുന്നത്. വളരെ അപൂർവം ചില സിറോസിസുകളിലേ ഉള്ളൂ ഹെപ്പറ്റൈറ്റിസ് സി അല്ലെങ്കിൽ ലിവറിൽ നിന്നുള്ള രക്തക്കുഴൽ ബ്ലോക്ക് കാരണം ഉണ്ടാകുന്ന ലിവർ സിറോസിസിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ലിവർ വലുതായിട്ട് പിന്നീട് കാണാറുള്ളൂ. പ്രോഗ്രസീവ് സ്റ്റേജിൽ വരുമ്പോൾ അത് ലിവർ ചെറുതായി പോകും. രണ്ടവസ്ഥയും അസുഖത്തിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ അറിയാം ഒരുപാട് പേര് ഹെൽത്ത്
കൺസേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുള്ള ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ മലയാളികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാഗസീൻസ് ഉണ്ട്, ഇതുപോലെയുള്ള മീഡിയകളിൽ വരുന്ന പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഇത് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യും. അപ്പോൾ ഞാൻ മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ തോന്നും ഓക്കെ, എനിക്ക് ഒരു ഏത് ലാബിൽ പോയിട്ട് ഏതെങ്കിലും ലാബിൽ പോയിട്ട് ഒരു SGOT SGPT ലിവറിൻ്റെ ഫംഗ്ഷൻ എടുക്കുന്ന ടെസ്റ്റുകളെല്ലാം എടുത്ത് നോക്കി കഴിയുമ്പോൾ ഒരു നോർമൽ അവസ്ഥയിലായിരിക്കും കാണുക. അപ്പോൾ ഈ SGOT SGPT ഒക്കെ എടുക്കുമ്പോൾ ഒരു നോർമലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലിവറിന് അസുഖമില്ല എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണത്. വളരെ പ്രാധാന്യമുള്ളതുമാണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ പോയിന്റിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. എപ്പോഴും നമ്മൾ കാണുന്ന പലരിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അവർ ആൽക്കഹോൾ ധാരാളമായിട്ട് കഴിക്കും, അല്ലെങ്കിൽ ലിവറിൽ സ്റ്റീറ്റോഹെപ്പറ്റൈറ്റിസ് ഉണ്ടെങ്കിലും അത് മൈൻഡ് ചെയ്യത്തില്ല. എന്നിട്ട് അവർ ഇടയ്ക്ക് പോയിട്ട് ലാബിൽ പോയിട്ട് SGOT-PT ചെക്ക് ചെയ്തത് നോർമലാണെന്ന് കണ്ടുപിടിക്കുക. അതൊരു തെറ്റിദ്ധാരണയാണ്. ഈ ലിവർ എൻസൈംസിലുള്ള ചേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീർക്കെട്ടുണ്ടാകുമ്പോഴേ കൂടത്തുള്ളൂ. അത് തന്നെ പലപ്പോഴും സിറോസിലേക്ക് പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ലിവർ എൻസൈംസ് നിയർ നോർമൽ ലെവലിലായിരിക്കും എപ്പോഴും. അതൊരിക്കലും ഈ എൻസൈംസിൻ്റെ ലെവൽ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ലിവർ സിറോസിസ് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാനോ ലിവർ ഡിസീസിനെ കണ്ടുപിടിക്കാനോ പറ്റത്തില്ല. പലപ്പോഴും സിറോസിസ് കണ്ടുപിടിക്കപ്പെടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മറ്റു പല കാരണങ്ങൾക്കും പോയി സ്കാൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സിറോസിസ് വളരെയധികം അഡ്വാൻസ് ചെയ്ത് അതിൻ്റെ ബാക്കി മാനിഫെസ്റ്റേഷൻ, കാലിൽ നീര് വരുന്നു, വയറിനകത്ത് നീര് നിറയുന്നു, അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്നു, പലപ്പോഴും അന്നനാളത്തിലെ രക്തക്കുഴലുകൾ തടിച്ച് ബ്ലീഡിംഗ് വരുന്നത്, ആ ഒരു സ്റ്റേജിലായിരിക്കും പലപ്പോഴും ലിവർ ഡിസീസ് കണ്ടുപിടിക്കപ്പെടുന്നത്. ലിവർ എൻസൈംസ് ഈ SGOT-PT മാത്രം നോക്കുന്നത് ലിവറിൻ്റെ ആരോഗ്യത്തിൻ്റെയോ അനാരോഗ്യത്തിൻ്റെയോ ഒരു ലക്ഷണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും ഈ അൾട്രാസൗണ്ട് സ്കാൻ നമ്മളെ ലിവറിൻ്റെ ആകൃതി അല്ലെങ്കിൽ ലിവറിന് ഏതെങ്കിലും അസുഖമുണ്ട് എന്ന് നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വയ്ക്കുന്നതാണോ, അതോ അൾട്രാസൗണ്ട് വഴി സ്കാൻ വഴി നമുക്ക് ലിവറിൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ നമുക്ക് അറിയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ CT MRI പോലെയുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി വരുമോ? അതായത് അൾട്രാസൗണ്ട് സ്കാന് കൊണ്ട് അൾട്രാസൗണ്ട് സ്കാനും അതിൻ്റെ മോഡിഫിക്കേഷൻസ് ആയ അൾട്രാസൗണ്ട് ഇലാസ്റ്റോഗ്രാഫി അല്ലെങ്കിൽ ഫൈബ്രോ സ്കാൻ ഇതുപോലെയുള്ള മോഡിഫൈഡ് സ്കാനുകൾ, വെറും അൾട്രാസൗണ്ട് മാത്രമല്ല, അതുകൊണ്ട് പലപ്പോഴും ഏർലി സ്റ്റേജിലുള്ള ലിവർ ഡിസീസ് കണ്ടുപിടിക്കാൻ പറ്റും. പ്യുവർ അൾട്രാസൗണ്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നോഡൽ ലിവറിൻ്റെ മോർഫോളജി എല്ലാം നല്ല സ്ട്രക്ചർ എല്ലാം നന്നായിട്ട് മാറിയിട്ടുള്ള സ്റ്റേജിൽ കണ്ടുപിടിക്കാം. നേരത്തെ സ്റ്റേജിലുള്ള സിറോസിസ് അൾട്രാസൗണ്ടിൽ മിസ് ചെയ്യാം. എന്നാലും ഈ ലിവർ ഡിസീസിൽ, പ്രത്യേകിച്ച് ലിവർ ക്യാൻസറിൻ്റെ കാര്യത്തിൽ അൾട്രാസൗണ്ടിന് വളരെ പ്രാധാന്യമുണ്ട്. ലിവർ സിറോസിസ് അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B-O C-O ഉള്ള പേഷ്യൻസ് റെഗുലറായി, കാരണം അവർക്ക് ലിവർ ക്യാൻസർ വരാനുള്ള റിസ്ക് കൂടുതലുള്ളതുകൊണ്ട് അവർ റെഗുലറായിട്ട് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം. അവരുടെ ഏറ്റവും പ്രധാന സ്ക്രീനിങ് ടൂൾ, അതായത് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യേണ്ട പ്രധാന ടൂൾ അൾട്രാസൗണ്ട് തന്നെയാണ്. 6 മാസത്തിലൊരിക്കലെങ്കിലും വളരെ കെയർഫുള്ളായിട്ട് ഈ ലിവർ ഡിസീസിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു റേഡിയോളജിസ്റ്റ്, അതും വളരെ പ്രാധാന്യമാണ്. വെറുതെ ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നമ്മൾ ആ ലിവറിൻ്റെ മോർഫോളജിയിൽ സിറോസ് ഉണ്ടെന്ന് പറയുന്നതിന് പകരം ഓരോ സെഗ്മെൻറ്റ്സിലും പ്രത്യേകിച്ച് നോക്കി ഏതെങ്കിലും പുതിയ നൊഡ്യൂൾസോ അതിൻ്റെ അകത്തുള്ള രക്തോട്ടം എല്ലാം ചെക്ക് ചെയ്ത് ചേഞ്ചസ് ഉണ്ടോ നോക്കുന്ന, വളരെ കെയർഫുള്ളി നോക്കുന്ന ഒരു റേഡിയോളജിസ്റ്റിനെ കൊണ്ട് 6 മാസത്തിലൊരിക്കൽ അൾട്രാസൗണ്ട് ചെയ്യണം. ആ രീതിയിൽ അൾട്രാസൗണ്ട് വളരെ പ്രാധാന്യമുള്ള ടെസ്റ്റാണ്. ഏർലി സ്റ്റേജിൽ ഈ പറഞ്ഞ പോലെ ഫൈബ്രോ സ്കാൻ, ഇലോസ്റ്റോഗ്രാഫി പോലെയുള്ള ടെസ്റ്റുകൾ കൊണ്ട് ഫൈബ്രോസിൻ്റെ തുടക്കം ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. സർ, നമുക്കറിയാം ഒരു പ്രമേഹ രോഗബാധിതർക്കായിട്ട് വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഒരു റിസ്ക് ഗ്രൂപ്പിനെ കണ്ടെത്തി അവരെ സ്ക്രീൻ ചെയ്യുന്നു. ആ സ്ക്രീൻ ടെസ്റ്റിലൂടെ കുറച്ച് പേർക്ക് ചികിത്സ കൊടുക്കുന്നു, ചിലരെ എഡ്യൂക്കേറ്റ് ചെയ്ത് വിടുന്നു. അപ്പോൾ ഇത്തരം സ്ക്രീനിങ് ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സാഹചര്യം അനുസരിച്ച് എപ്പോഴും ഒരു അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സാധാരണഗതിയിൽ നടക്കുന്ന ഒരു പ്രോട്ടോക്കോൾ എന്ന് പറയും. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമുണ്ട് എന്ന് നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ അസുഖത്തിന് ചികിത്സ എന്നുള്ളത്. പലപ്പോഴും എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ടെങ്കിലും കാര്യക്ഷമമായിട്ട് എപ്പോഴും ഈ ചികിത്സ, അതായത് ഒരു അസുഖം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതാണ് ഒരു രീതി എന്ന് പറയുന്നത്. ഈ ലിവർ ക്യാൻസർ അല്ലെങ്കിൽ ലിവറിൻ്റെ അസുഖങ്ങളെ നമുക്ക് സ്ക്രീൻ ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ ഒരു റിസ്ക് ഗ്രൂപ്പിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ? വളരെ പ്രാധാന്യമുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണത്. ഏറ്റവും ജനങ്ങളേറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റാണ് ലിവർ ക്യാൻസറിൻ്റെ സ്ക്രീനിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും മിസ്സായി പോകുന്നൊരു സംഭവമാണ്. ലിവർ ക്യാൻസർ നമ്മൾ പറഞ്ഞ ഈ പ്രൈമറി ഹെപ്പറ്റോസെല്ലുലാർ ക്യാൻസർ വരാനുള്ള കുറേ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള 90% കൂടുതൽ ലിവർ ക്യാൻസറും വരുന്നത് ലിവർ സിറോസിസ് പല കാരണങ്ങൾ കൊണ്ടുള്ള, ആൽക്കഹോൾ കൊണ്ടോ ഫാറ്റി ലിവർ കൊണ്ടോ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B, C, മറ്റ് ഇരുമ്പടിയുന്ന ചെമ്പടി, ഈ രോഗങ്ങളെല്ലാം കൊണ്ടുള്ള അതിൻ്റെ എല്ലാം എൻഡ് റിസൾട്ടാണ് ഈ സിറോസിസ് ലിവർ നോഡുലറായി പോകുന്നത്. ഇതിനകത്ത് ഒരു 30%, 30-40% ആളുകളും അവരുടെ ലൈഫ് ടൈമിൽ ലിവർ ക്യാൻസർ വരാനുള്ള റിസ്ക് ഉണ്ട്. അപ്പോൾ ഈ ആളുകളെല്ലാം ലിവർ ക്യാൻസറിന് റിസ്ക് ഉള്ളു. അതുപോലെ തന്നെ വേറൊരു നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് B അസുഖമുള്ളവർ പലപ്പോഴും പേഷ്യൻ്റ് വന്ന് അവരൊരു മെഡിക്കൽ വിസ ചെക്കപ്പിന് അല്ലെങ്കിൽ പുറത്തേക്കുള്ള ജോലിക്ക് പോകുന്നതിന് വേണ്ടി ചെക്കപ്പ് ചെയ്യുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് B കണ്ടുപിടിക്കും. എന്നിട്ട് ആ ഹെപ്പറ്റൈറ്റിസ് B അവർ വരുന്ന ഓൺലി റിക്വസ്റ്റ്
അവർ വരുന്ന നമ്മളോട് ചോദിക്കുന്ന അത് മാറ്റി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്നാൽ അതിനേക്കാളും പ്രാധാന്യമുള്ളൊരു കാര്യം ഹെപ്പറ്റൈറ്റിസ് ബിയിൽ എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻസിലും ഏഷ്യൻസിലും കാണുന്ന ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ളവർക്ക് സിറോസിസ് വരുന്നതിന് മുമ്പ് തന്നെ ലിവർ ക്യാൻസറിനുള്ള റിസ്ക് ഉണ്ട്. അപ്പോൾ അവർക്ക് അതിനെ ഈ ഹെപ്പറ്റൈറ്റിസ് ബി സർഫസിനെ മാറ്റി ജോലിക്ക് പോകുക എന്നതിനേക്കാളും അവർക്ക് പ്രാധാന്യമുള്ളത് അവരുടെ ലൈഫിൽ, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ കാണുന്ന ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള 30 വയസ്സുകളിൽ തന്നെ ലിവർ ക്യാൻസർ കാണപ്പെടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് കൃത്യമായ ഈ സ്ക്രീനിങ് വളരെ പ്രാധാന്യമാണ് ലിവർ ക്യാൻസറിൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ലിവർ ക്യാൻസർ അതിൻ്റെ നേരത്തെ സ്റ്റേജിൽ ചെറിയ നൊഡ്യൂൾ ആയിരിക്കുമ്പോൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ക്യൂറേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ലിവർ ട്രാൻസ്പ്ലാന്റ് ആയാലും മുറിച്ചു മാറ്റലായാലും ഉണ്ട്. അതേസമയം അതിനെ നമ്മൾ പലപ്പോഴും കണ്ടുപിടിക്കുന്ന ലക്ഷണങ്ങൾ വന്നതിന് ശേഷം കണ്ടുപിടിക്കുമ്പോൾ അത് 80-90% ചികിത്സിച്ച് മാറ്റാൻ കഴിയാത്ത അവസ്ഥയിലുള്ളതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിവർ സിറോസ് ഉള്ളവരോ ഈ ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ ഉള്ളവരോ കൃത്യമായ സ്കാനുകൾ 6 മാസം കൂടുമ്പോൾ സ്കാനും ലിവറിലെ ഒരു ട്യൂമർ മാർക്കർ ആൽഫ ഫീറ്റോ പ്രോട്ടീനും കൃത്യമായിട്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്ക്രീനിങ് വളരെ പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും ഈ ലിവറിൻ്റെ കാര്യത്തിൽ എപ്പോഴും സാധാരണഗതിയിൽ അസുഖം നിർണ്ണയിക്കുമ്പോൾ തന്നെ വളരെയധികം പഴകി കാണും എന്ന് പറയാറുണ്ട്. അപ്പോൾ സാധാരണ നമുക്കിപ്പോൾ ഒരു അപ്പൻഡിസൈറ്റിസ് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ബാക്കി ഏത് ഓർഗനും ഒരു ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക്, ആ പേഷ്യൻറ്റിന് അതിൻ്റേതായ സിംറ്റംസ് കാണിക്കാറുണ്ട്. ലിവറിൻ്റെ കാര്യത്തിൽ അത് നേരെ തിരിച്ചാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലേതെങ്കിലും രീതിയിലുള്ള വാസ്തവമുണ്ട്? വളരെ സത്യമായൊരു കാര്യമാണ്. ഞാൻ നേരത്തെ ലിവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കിഡ്നിയെയോ മറ്റവയവങ്ങളെയോ കമ്പയർ ചെയ്യുമ്പോൾ ലിവറിനുള്ളൊരു പ്രത്യേകത അതിന് റീജനറേറ്റ് ചെയ്യാൻ, അതായത് പിന്നീട് ഒരു ഡാമേജ് വരുമ്പോൾ അതിൽ നിന്ന് വളർന്നു വരാനുള്ള കപ്പാസിറ്റി ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള അവയവമാണ് ലിവർ. അതായത് അതിനൊരു ഡാമേജ് നമ്മളൊരു ഇൻസൾട്ട് കൊടുത്തു, ആൽക്കഹോൾ കൊണ്ടോ മറ്റുള്ളത് കൊണ്ടോ ഇൻസൾട്ട് കൊടുത്താലും അത് തിരിച്ച് വളർന്നു കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴും ലിവറിൻ്റെ അസുഖങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നത് ലിവർ സിറോസ് ആയാൽ തന്നെ ഒരു 80% ലിവർ ഫങ്ഷൻ നഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമ്മൾ ലക്ഷണങ്ങൾ കണ്ടെത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ വന്ന് കണ്ടുപിടിക്കുമ്പോൾ പലപ്പോഴും ലിവർ ഡിസീസ് അഡ്വാൻസ്ഡ് ആയിട്ട് സിറോസിസ് ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡീകോമ്പൻസേറ്റ് ചെയ്ത ലിവറിൻ്റെ ഫംഗ്ഷൻ കാരണം ബോഡിയിലുള്ള മറ്റ് ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് സാധാരണ കണ്ടെത്താറ്. തീർച്ചയായിട്ടും സാർ. അപ്പോൾ ഒരിക്കൽ സാർ നേരത്തെ പറഞ്ഞില്ല HCCക്ക് മുമ്പായിട്ടുള്ള അവസ്ഥ, അതായത് ലിവർ സിറോസിസ് ആണെന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഡയഗ്നോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് ലിവർ ക്യാൻസറിലേക്ക് HCCയിലേക്ക് മാറാതെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുമോ? ഒരിക്കൽ സിറോസിസ് വന്നു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഹെപ്പറ്റൈറ്റിസ് ബി, സി മറ്റുള്ള സിറോസ് വന്നു കഴിഞ്ഞാൽ അതൊരു ലിവർ ക്യാൻസറിനുള്ള റിസ്ക്കാണ്. പ്രതിരോധമായിട്ട് കറക്റ്റായിട്ടില്ല, പക്ഷേ ലിവറിൻ്റെ ഫംഗ്ഷൻ വേഴ്സൺ ചെയ്ത് മോശമാവുന്നതിനെ തടയാൻ നമുക്ക് പ്രത്യേകിച്ച് ആൽക്കഹോളിക് സിറോസ് അതിൻ്റെ കോസിനെ നീക്കം ചെയ്താൽ, ആൽക്കഹോളിക് സിറോസ് ആണ് ആൽക്കഹോൾ നിർത്തുക, അല്ലെങ്കിൽ ഈ ഡയബറ്റീസും മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ മറ്റ് കമ്പണൻറ്റുകളെ കൊളസ്ട്രോളിനെയും ഡയബറ്റീസിനെയും സ്ട്രിക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുക, നല്ല റെഗുലറായ എക്സർസൈസ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആസ് സച്ച്, അതെല്ലാം ലിവറിൻ്റെ ഡിസീസിനെ പ്രോഗ്രസ് ചെയ്യുന്നത് തടയാം. എന്നാൽ ലിവർ ക്യാൻസറിന് സ്ട്രിക്റ്റായ സ്ക്രീനിങ് എന്നാലും ആവശ്യമുണ്ട്. കാരണം അതിൻ്റെ റിസ്ക് അതുപോലെ തന്നെ ഇരിക്കും. ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മെഡിസിൻസ് ഫലപ്രദമാണോ? യഥാർത്ഥത്തിൽ നമുക്ക് മാർക്കറ്റിൽ പലതരം മെഡിസിനുകൾ വരുന്നുണ്ട്. ആയുർവേദത്തിലായിരുന്നാലും അലോപ്പതിയിലായിരുന്നാലും ഇത്തരം അല്ലെങ്കിൽ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള പലതരം മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശം പോലും ഇല്ലാതെ തന്നെ നമുക്കറിയാം ഇപ്പോൾ കൂടുതൽ മെഡിസിൻസ് നമുക്കിപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ കിട്ടാവുന്നതാണ്. അപ്പോൾ ഇത്തരം ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരം മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് സയൻറ്റിഫിക്കായിട്ട് ഏതെങ്കിലും രീതിയിൽ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ടോ? വളരെ നല്ലൊരു ചോദ്യമാണ്. ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അറ്റ് പ്രസൻറ്റ് നമുക്ക് മെഡിസിൻസ് അല്ല ഏറ്റവും പ്രധാനം. നമ്മൾ ലിവർ ഡിസീസ് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഏർലി സ്റ്റേജിൽ ലിവർ ഫംഗ്ഷൻ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ്. ഒന്ന്, അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങളുണ്ടെങ്കിൽ, കറക്റ്റബിൾ ആയിട്ടുള്ള കാരണങ്ങളുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക. രണ്ടാമത്തത് സ്ട്രിക്റ്റായൊരു വിജിലൻസ്, നേരത്തെ പറഞ്ഞ സ്ക്രീനിങ്ങിലൂടെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ടോ, ലിവർ ക്യാൻസർ വരുന്നുണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ മെഡിസിൻസ്, സയൻറ്റിഫിക്കായിട്ട് മെഡിസിൻസിനേക്കാളും പ്രൂഫ് ലിവർ സിറോസിസ് വന്നു അതിൻ്റെ കോസിനെ ട്രീറ്റ് ചെയ്യുന്നതിലാണ്. അതിൽ ഏറ്റവും പ്രധാനം ആൽക്കഹോളിക് സിറോസിസ് ആണെങ്കിൽ ഒരു മെഡിസിൻ കൊണ്ട് ലിവറിനെ അതിനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു അത് റീജനറേറ്റ് ചെയ്യും. നമ്മൾ അതിന് കൂടുതൽ ഇൻസൾട്ട് നൽകാതിരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനം. ആൽക്കഹോളിക് സിറോസിസ് ആണെങ്കിൽ ആൽക്കഹോൾ സ്റ്റോപ്പ് ചെയ്യുക, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ. നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ അതാണ്. അതിന് ഇനി ഡാമേജ് ഉണ്ടാക്കാതിരിക്കുക. ഫാറ്റി ലിവർ കാരണമുള്ള ലിവർ സിറോസിസ് ആണെങ്കിൽ ഡയബറ്റീസിൻ്റെ സ്ട്രിക്റ്റ് കൺട്രോൾ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ,
ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്ത് എക്സർസൈസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജിലാണെങ്കിൽ എക്സർസൈസ്, ഇതെല്ലാമാണ് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഡയബറ്റിക് കൺട്രോൾ, എക്സർസൈസ്, ഡയറ്റ് മോഡിഫിക്കേഷൻ. ഇതാണ് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അല്ലെങ്കിൽ ആൽക്കഹോൾ സ്റ്റോപ്പ് ചെയ്യുക. ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ ആണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുക. നേരത്തെ ഹെപ്പറ്റൈറ്റിസ് സി സിറോസ് ആയി കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടായിരുന്നു. പുതിയ മെഡിസിൻസ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ ആണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി ഇത് അതിൻ്റെ പ്രോഗ്രഷനെ തടയാനോ ചിലപ്പോൾ ലിവർ ക്യാൻസർ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് 15-20 വർഷം മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കും. കോസ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ട്രീറ്റ്മെൻറ്റ്. സയൻറ്റിഫിക്കലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളതും അതാണ്. കോസിനെ നീക്കം ചെയ്യുക അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുക. മെഡിസിൻസിന് കാര്യമായ ബെനിഫിറ്റ്. ഒരു ട്രാൻസ്പ്ലാന്റ് സർജൻ എന്നുള്ള നിലയിൽ തന്നെ ചോദിക്കട്ടെ, എപ്പോഴാണ് നമുക്കൊരു ലിവറിന് ട്രാൻസ്പ്ലാന്റ് ആവശ്യമായിട്ട് വരുന്നത്? സാധാരണ കേട്ടിട്ടുണ്ട് ക്യാൻസറായി വരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ലിവർ ക്യാൻസർ ഉള്ള ഒരാൾക്ക് നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ സാധ്യമാണോ? എപ്പോഴും ഒരു ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൻ്റെ എൻഡിലേക്ക് പോവുകയാണെന്നാണ് പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ ക്യാൻസർ ബാധിച്ച ഒരാൾക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സാധ്യമാണോ? പൂർണ്ണമായിട്ടുള്ള ലിവറാണോ നമ്മൾ യഥാർത്ഥത്തിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെടുക? ലിവർ ട്രാൻസ്പ്ലാന്റിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ട്രാൻസ്പ്ലാന്റ് സർജറിയേക്കാളും ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ് ഈ ചോദിച്ച ചോദ്യം. അതായത് ലിവർ ട്രാൻസ്പ്ലാന്റ് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ള ഏറ്റവും പ്രയാസമുള്ള കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞു, ലിവർ സിറോസ് ഉള്ളവർ പല പേഷ്യൻസും അതിൻ്റെ ഏർലി സ്റ്റേജിൽ 15-20 വർഷം പോവാം. ചില പേഷ്യൻസ് ഇതേ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റേബിളായിട്ടിരിക്കുമെന്ന് വിചാരിച്ച് 3 മാസം ആകുമ്പോൾ ഡിറ്റീറിയേറ്റ് ചെയ്യാം. അപ്പോൾ അറ്റ് പ്രസൻറ്റ് അതിന് കുറേ മാർക്കേഴ്സ് ഉണ്ട്. നമ്മൾ പല സ്കോറുകൾ, അതിൻ്റെ ലിവറിൻ്റെ ഫംഗ്ഷൻസ്, ബിൽറൂബിനും INR എല്ലാം വെച്ച് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാമെങ്കിലും 100% ഒരു പേഷ്യൻ്റെ കാര്യത്തിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രയാസമുള്ള ഡിസിഷൻ ഈ ലിവർ സിറോസ് വന്നാൽ എപ്പോഴാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടത്. ഒരു ജനറൽ ഇതെന്ന് പറയുന്നത് ലിവർ സിറോസിസ് കാരണം ബോഡിയുടെ മറ്റ് അവയവങ്ങളെ, അതായത് ഡീകോമ്പൻസേറ്റഡ് സ്റ്റേജ്, ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് മറ്റ് അവയവങ്ങൾ, വയറിനകത്ത് ഇടയ്ക്കിടയ്ക്ക് നീര് നിറഞ്ഞ് ഇൻഫെക്ഷൻ വരുന്നു, കൺട്രോൾ ആവാതെ വയറിനകത്ത് നീര് നിറയുന്നു, കിഡ്നി അഫക്റ്റ് ചെയ്യുന്നു, ലങ്സിൽ ചേഞ്ചസ് വരുന്നു, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മക്കുറവും അബോധാവസ്ഥയും വരുന്നു, എൻകഫലോപ്പതി ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നു, മറ്റ് അവയവങ്ങളെ അഫക്റ്റ് ചെയ്ത് അടുപ്പിച്ചിട്ടുണ്ടാകുന്ന എൻഡോസ്കോപ്പി കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ബ്ലീഡിങ്, ഇതുപോലെയുള്ള ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻസിലേക്ക് പേഷ്യൻ്റ് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് വേണം. ലിവർ ക്യാൻസറിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. ലിവർ സിറോസിസ് വന്ന് ലിവറിനകത്ത് ക്യാൻസർ വന്നാൽ എല്ലാ പേഷ്യൻസും ട്രാൻസ്പ്ലാന്റബിൾ അല്ല. ട്രാൻസ്പ്ലാന്റ് ആണ് നമുക്ക് അറ്റ് പ്രസൻറ്റ് ലിവർ ക്യാൻസറിന് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്. 75 ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് ഒരു പ്രത്യേക ക്രൈറ്റീരിയ ഉണ്ട്. പ്രത്യേകമായി വളരെ തുടക്കത്തിലുള്ള ട്യൂമറുകൾ, 3 ട്യൂമറുകൾ വരെ ചെറിയ സൈസ് 5-6 സെൻറ്റിമീറ്റർ താഴെ സൈസുള്ള ട്യൂമറുകളാണെങ്കിൽ അതിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല 75% ക്യൂർ കിട്ടുന്ന ഒരു അസുഖമാണ് ലിവർ ക്യാൻസർ. നമ്മുടെ ബോഡിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഏതൊരു ക്യാൻസറിനേക്കാളും അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ടുകളിലൊന്നാണത്. 75% ക്യൂർ കിട്ടാൻ സാധ്യതയുള്ള ഒന്നാണ് ലിവർ ക്യാൻസർ, പ്രൊവൈഡഡ് ഏർലി. തീർച്ചയായിട്ടും അതിലേക്ക് തിരിച്ചു വരാം. ലിവർ ട്രാൻസ്പ്ലാന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ലിവർ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റി പുതിയൊരു ലിവർ വയ്ക്കാൻ സാധിക്കുമോ, അതോ ലിവറിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണോ നമ്മൾ മാറ്റി വയ്ക്കാൻ ഇപ്പോൾ നമുക്ക് കഴിയുന്നത്? ലിവർ നമ്മൾ സാധാരണ മറ്റ് ട്രാൻസ്പ്ലാന്റ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്നുള്ളൊരു വ്യത്യാസം, ലിവർ ട്രാൻസ്പ്ലാന്റിൽ നമ്മൾ സാധാരണ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്നത് ഡാമേജ് ആയ ലിവറിന്, നമ്മുടെ 2 പ്രോബ്ലം ഉണ്ട്. കിഡ്നിയുടെ കേസിൽ കിഡ്നി ഫെയിലിംഗ് ആണ്, അതിന് നമ്മളൊരു അഡീഷണൽ കിഡ്നി കൊടുത്താൽ മതി. എന്നാൽ അതേസമയം ലിവറിൻ്റെ കേസിൽ ലിവർ ഫെയിലിയറിൻ്റെ കൂടെ തന്നെ ആ ലിവറിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ട്യൂമർ വരാനുള്ള റിസ്ക് ഉണ്ട്. ആ ലിവറിനകത്തേക്കുള്ള നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ നിന്നുള്ള രക്തപ്രവാഹം തടസ്സപ്പെട്ട് പ്രഷർ കൂടിയിട്ടുള്ള ബ്ലീഡിങ് റിസ്കുകളുണ്ട്. അതുകൊണ്ട് സിറോസിസ് ആയ ലിവറിനെ കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്ത്, റിസ്കി ആയ ലിവറിനെ നീക്കം ചെയ്ത് അവിടെയാണ് പുതിയ ലിവറിനെ വെച്ച് പിടിപ്പിക്കുന്നത്. പുതിയ ലിവർ 2 തരത്തിലാവാം, മുഴുവനായിട്ടാവാം, ഹാഫായിട്ടാവാം. മുഴുവനായിട്ടെന്ന് പറയുന്നത് നമ്മൾ മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ഒരാളിൽ നിന്ന് ഡിസീസ് ഡോണർ എന്നെടുക്കുന്ന ലിവർ മിക്കവാറും വേറൊരു അഡൾട്ടായിട്ടുള്ള ആളിന് കൊടുക്കുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് ഉപയോഗിക്കും. അതേസമയം നമ്മൾ ലിവിങ് ഡോണറായിട്ട് ക്ലോസ് റിലേറ്റീവ് ആരെങ്കിലും ഒരാൾ അവരുടെ ലിവർ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ഹാഫ് ലിവർ, അവർക്ക് വേണ്ട ലിവർ ബാക്കി വെച്ച് ഹാഫ് ലിവറാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. എന്നാൽ രോഗിയുടെ ഡാമേജ് ആയിട്ടുള്ള ലിവർ മുഴുവനായിട്ട് നീക്കം ചെയ്യണം. തീർച്ചയായിട്ടും ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യൻറ്റിൻ്റെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി എത്രത്തോളം ഉണ്ടാകും? സാധാരണഗതിയിൽ ഒരു നല്ല രീതിയിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഹെൽത്തി ആയിട്ട് പോകുന്ന ഒരാൾക്ക് ഒരു ലൈഫ് ലോങ് തന്നെ അവരുടെ ഈ ട്രാൻസ്പ്ലാന്റ് കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ലിവർ ട്രാൻസ്പ്ലാന്റിൻ്റെ റിസൾട്ട്സ് ഇന്ന് വളരെ പ്രോമിസിംഗ് ആണ്. ഇന്ന് ഒരു 1990-കൾക്ക് ശേഷം ലിവർ ഡിസീസ് വന്ന് സ്റ്റേജ് മരണത്തെ മുന്നിൽ കാണുന്ന അവസ്ഥയിൽ നിന്ന് നോർമൽ ലൈഫിലേക്ക് ഓൾമോസ്റ്റ് 80% ആൾക്കാർ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഉപാധി തന്നെയാണ് ലിവർ ട്രാൻസ്പ്ലാന്റ്. ഇന്നത്തെ ബെസ്റ്റ് നമ്മുടെ ഒരു ബെഞ്ച് മാർക്കായിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് 90%
100 പേർക്ക് ചെയ്യുമ്പോൾ ഒരു അത്രയും കോംപ്ലക്സ് ആയ ഒരു ഓപ്പറേഷൻ ആയതുകൊണ്ട് ഒരു 5-10% എല്ലാ ബസ് സെൻറ്റേഴ്സിലും ഒരു മരണസാധ്യതയുണ്ട്. ഓപ്പറേഷൻ്റെ കോംപ്ലിക്കേഷൻ 90% ആളുകളും സർജറിയെ സർവൈവ് ചെയ്യുകയും ഈ 90%-ൽ 75-80% കൂടുതൽ പേരും 5 വർഷമോ 10 വർഷമോ ദീർഘകാലമോ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. ലിവർ ക്യാൻസറിൻ്റെ കാര്യത്തിൽ രണ്ടാമത് വരാനുള്ള റിസ്ക് കുറച്ചും കൂടെ ഉള്ളതുകൊണ്ട് ഒരു 15-20% പേർക്ക് രണ്ടാമത് വരാനുള്ള നമ്മളെല്ലാം ശ്രദ്ധിച്ച് വളരെ ഏർലി ഡിസീസിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്താലും വരാം. 75%-ഓളം 5 വർഷമോ 10 വർഷമോ ക്യൂർ റേറ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് ഒരു സാധാരണഗതിയിൽ നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിൽ പോയിട്ട് ഇപ്പോൾ നടുവേദനയ്ക്കായാലും തലവേദനയ്ക്കായിരുന്നാലും പലതരത്തിലുള്ള വേദന സംഹാരികളായിരുന്നാലും പാരസെറ്റമോൾ അടക്കമുള്ള ഗുളികകൾ നമ്മൾ കഴിക്കാറുള്ളതാണ്. ഇപ്പോൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ തന്നെ കഴിക്കാറുള്ളത് ഒരു ഹാബിറ്റായിട്ട് തന്നെ മലയാളികൾ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം മരുന്നുകൾ ലിവറിനെ എത്രത്തോളം ഡാമേജ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അപ്പോൾ സാധാരണഗതിയിൽ ഈ ചെറിയ രീതിയിലുള്ള ഫാറ്റി ലിവറോ അല്ലെങ്കിൽ ചെറിയ ലിവർ സിറോസിസോ ഒക്കെ ഡയഗ്നോസ് ചെയ്യുന്നവർ ഒരു മരുന്ന് കഴിക്കുന്നതിന് മുമ്പ്, ഈവൻ ഒരു പാരസെറ്റമോൾ പോലും കഴിക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറുടെ ഉപദേശം തേടേണ്ടത് ആവശ്യമാണ്. വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് മരുന്നുകൾ കാരണം ലിവർ സിറോസ് വരുന്നത് വരാം. പല അപസ്മാരത്തിന് വേണ്ടി കഴിക്കുന്ന ദീർഘകാലം കഴിക്കുന്ന മരുന്നുകൾ കൊണ്ട് ലിവറിന് ക്രോണിക് ആയിട്ടുള്ള ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിനേക്കാളും പ്രാധാന്യം ലിവർ സിറോസ് ഉള്ളവർക്ക്, പ്രത്യേകിച്ചും നമ്മുടെ വേദന സംഹാരികൾ, നമ്മൾ പാരസിറ്റമോളാണ് ലിവറിന് ഏറ്റവും ഡാമേജ് എന്ന് പറയാറുണ്ടെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് പാരസിറ്റമോളാണ്. ഈവൻ അഡ്വാൻസ് സിറോസിസ് വന്ന് ഡീകോമ്പൻസേറ്റഡ് ആയ സ്റ്റേജിൽ പോലും 1.5 ഗ്രാം വരെ ഒരു ദിവസം പാരസിറ്റമോൾ സേഫാണ്. എന്നാൽ അത് ഉൾപ്പെടാത്ത മറ്റ് NSAID ഗ്രൂപ്പിൽപ്പെട്ട വേദന സംഹാരികൾ, ലിവറിന് ടോക്സിക് ആയിട്ടുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ലിവർ സ്പെഷ്യലിസ്റ്റിൻ്റെ ഉപദേശം തേടിയതിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത്. മരുന്നുകൾ കൊണ്ട് മാത്രം ലിവർ സിറോസ് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ലോങ് ടേം മരുന്ന് കഴിക്കേണ്ട പല അപസ്മാരം പോലെയുള്ള അവസ്ഥകളിൽ വരാം. അതുപോലെ തന്നെ പ്രാധാന്യമാണ്, നമ്മൾ ഇതായിട്ട് പറയുമല്ല, എല്ലാ ട്രീറ്റ്മെൻറ്റ് ശാഖകളിലും മോഡേൺ മെഡിസിൻ പോലെ തന്നെ മറ്റ് ശാഖകളിലും നമുക്കറിയാത്ത ആയുർവേദത്തിലും മറ്റ് മരുന്നുകൾ കൊണ്ടെല്ലാം നമ്മൾ, പ്രത്യേകിച്ച് സിറോസും ജോണ്ടിസും വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന ബാക്കി എല്ലാ മരുന്നുകളും, ഹെവി മെറ്റൽസ്, ഇതെല്ലാം ലിവറിനെ ഡാമേജ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഏത് ശാഖയിലുള്ള മരുന്ന് കൊണ്ടും ലിവറിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ച് മരുന്നുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. മരുന്നുകൾ കൊണ്ട് ലിവറിന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കുറവാണ്. ഏറ്റവും പ്രധാനം അതിൻ്റെ കോസ് ട്രീറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ പബ്ലിക് ചെയ്യാറുള്ള ഒരു കാര്യം, ആൽക്കഹോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഡയബറ്റീസ് കൺട്രോൾ ശ്രദ്ധിക്കത്തില്ല, ഡയറ്റ് ശ്രദ്ധിക്കില്ല, പകരം പോയിട്ട് അനാവശ്യമായ മരുന്നുകൾ കൂടി കഴിച്ച് ലിവറിനെ മോശമാക്കുന്ന ഒരവസ്ഥയിലേക്ക് ആണ് പോവാറ്. അതുകൊണ്ട് മരുന്നിനേക്കാളും പ്രധാനം എപ്പോഴും മറ്റ് കാര്യങ്ങളാണ്. മരുന്നുകൾ കൊണ്ട് ഡാമേജ് വരാം. തീർച്ചയായിട്ടും സാറിൻ്റെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ലിവർ ക്യാൻസറിനെ കുറിച്ചും ലിവർ സിറോസിസിനെ കുറിച്ചും വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം: ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.